ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ആദം നമ്മൾ എവിടെ പോവാ? ആദമിനെ ഇന്ന് ഫസ്റ്റ് ഡാൻസ് ക്ലാസ്സിന് ചേർക്കാൻ പോവാ. ഇവിടെ ഷാർജ അല്ലേ, ദുബായോ? ഷാർജ, മറ്റേ സ്റ്റുഡിയോ 19. ഓക്കെ. അപ്പോൾ എഴുന്നേറ്റപ്പോൾ നല്ല ലേറ്റ് ആയി. ഇപ്പം 12 o'clock ആയി. ഫുഡ് കഴിച്ചിട്ട് പോകും. ഫുഡ് കഴിക്കില്ലേ? അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് പോകും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോത്തോള്. ഇവന് 1:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ച ഒരു 1 o'clock എങ്കിലും ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണം, കാരണം ഇത് ഫസ്റ്റ് ഡേ അല്ലേ. അപ്പം ഇവിടെ നമ്മുടെ ഉള്ളിൽ വാസലിനുള്ളിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി ജസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ബാക്കി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും മാക്സിമം ഫുള്ള് ഷൂട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ആദമിനെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ വേറെ പുതിയൊരു ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഷോപ്പിങ്ങിന് പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറേ പരിപാടീസൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചല്ലോ, കാരണം ഇപ്പോൾ 12 ആയി, ലഞ്ചിൻ്റെ ടൈമായി. എന്നാലും ഭയങ്കര ഹെവി ആയിട്ടൊന്നും വേണ്ട. അപ്പോൾ രാവിലെ എഴുന്നേറ്റതിൻ്റെ ചോറും കറിയും അങ്ങനെയൊന്നും കഴിക്കാൻ വയ്യ. അപ്പോൾ വി തോട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് അവനെ ഡ്രോപ്പ് ചെയ്യാമെന്ന്. ഭയങ്കര വെയിലാണ് കേട്ടോ. ഇപ്പോൾ ഒരു രക്ഷയില്ല, ഭയങ്കര വെയിലാണ്. ക്ലൈമറ്റ് ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട്. ഹെവി ആയിട്ട് കഴിക്കുന്നില്ലെന്നും പറഞ്ഞ് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ഇവിടുന്ന് വാങ്ങിക്കുന്ന മറ്റേ ഇഡ്ഡലി ദോശയൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് അവരുടെ കയ്യിൽ ആകെ ഉള്ളത് എന്താ പറയുക, പൊറോട്ടയുണ്ട്, പിന്നെ മഷ്റൂമിൻ്റെ എന്താ പറയുക ഫ്രൈഡ് റൈസും, മഷ്റൂം ബിരിയാണിയും ഉണ്ട്. പിന്നെ അത് രണ്ടും കഴിച്ചു ഇറങ്ങി. അപ്പം നമ്മൾ സ്റ്റുഡിയോ 19 പോകുന്നത്. സ്റ്റുഡിയോ 19 ആദമിനെ വിടുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, ആര്യ ബാലകൃഷ്ണൻ്റെ ഡാൻസ് സ്റ്റുഡിയോ ആണ്. അപ്പം അവിടെ ഞാൻ ആദമിനെ ഡ്രോപ്പ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് നിന്നിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി. ഒരു 2 hours ക്ലാസ് ഉണ്ട് അവർക്ക്. അത് കഴിഞ്ഞ് നമ്മളിവിടെ അയൺ ബ്രിഡ്ജ് എന്നും പറഞ്ഞ് ഒരു ഷോപ്പിൽ വന്നതാണ് കേട്ടോ, ഷാർജയിലുള്ള. അവിടെ കിടിലം സാധനങ്ങളുണ്ട്. മെയിൻലി അവർക്കുള്ളത് ടോയ്സും കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് സാധാ കിട്ടുന്ന ടോയ്സ് ഒന്നുമല്ല, ഹൈ ക്വാളിറ്റിയാണ്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. ഡിസ്നിയുടെ ഒക്കെ കുറേ ടോയ്സും കാര്യങ്ങളും ഷോ പീസസും, ടോയ്സ് മാത്രമല്ല അല്ലാതെ നമ്മുടെ കിച്ചണിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളും, അതുപോലെ ഈ കോസ്റ്റ്യൂംസൊക്കെ ഇല്ലേ, കുട്ടികളുടെ കോസ്റ്റ്യൂംസും, ഈ സിൻഡ്രല്ല അങ്ങനെയുള്ള കുറേ ഇതിൻ്റെയൊക്കെ കോസ്റ്റ്യൂംസും, അങ്ങനെ ഓൾമോസ്റ്റ് കുറേ സാധനങ്ങളൊക്കെ നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇവർക്ക് ഈ അയൺ ബ്രിഡ്ജിൻ്റെ തന്നെ 2 ഔട്ട്ലെറ്റ് ഉണ്ട് ഈ ഷാർജയിൽ തന്നെ. ഇത് രണ്ടും അടുപ്പിച്ചാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മൾ കയറിയെടുത്ത് അത്ര വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. സെക്കൻഡ് കയറിയെടുത്ത് ഭയങ്കര തിരക്കായിരുന്നു. ക്യൂ വെച്ച് അവർ ക്ലോസ് ചെയ്തിട്ട് ഡോറ് ക്ലോസ് ചെയ്ത് കുറച്ച് പേരെ അകത്ത് കയറ്റി, പിന്നെ കുറച്ച് പേര് ഇറങ്ങുമ്പം ബാക്കിയുള്ളവരെ കുറച്ച് അങ്ങനെ അകത്ത് കയറ്റി, അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, ഡ്രസ്സിനും അതുപോലെ തന്നെ ഷൂസിനും ഒക്കെ എല്ലാം 5 dirhams ആയിരുന്നു. ഇപ്പം കാണിക്കുന്നത് ഫസ്റ്റ് നമ്മൾ കയറിയ അയൺ ബ്രിഡ്ജിൻ്റെ ഷോറൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മെയിൻലി കൂടുതലുള്ളത്, ഇവിടെ ഡ്രസ്സസ് ഇല്ല. ഡ്രസ്സസ് എന്ന് പറയുമ്പോൾ ആകെ ഉള്ളത് ഈ കോസ്റ്റ്യൂംസ് ഉണ്ട് കുറച്ച്, അല്ലാതെ വേറെ ഡ്രസ്സസൊന്നുമില്ല. ഡ്രസ്സസും ചെരുപ്പും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാം കൂടുതലും ടോയ്സൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, ബെസ്റ്റ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ടോയ്സും അതുപോലെ തന്നെ പിന്നെ കിച്ചണിലേക്കും അതുപോലെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെയാണ്. മെയിനായിട്ട് ഇവിടെ ഉള്ളത് ടോയ്സൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേറൊരു അയൺ ബ്രിഡ്ജ് അതിൻ്റെ തൊട്ടടുത്തുണ്ടെന്ന്. അവിടെയാണ് കൂടുതൽ സാധനങ്ങളും കൂടുതൽ തിരക്കും ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് മറ്റേ അപ്പുറത്തെ അയൺ ബ്രിഡ്ജിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് കാണാൻ നിങ്ങൾ എന്തായാലും 1 ടൈമെങ്കിലും വിസിറ്റ് ചെയ്യുക.
നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എസ്പെഷ്യലി ടോയ്സും കാര്യങ്ങളും ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിലും. അതുപോലെ ഞാൻ ഇവിടെ നിന്ന് ഈ നൈഫൊക്കെ വാങ്ങിയിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 8 dirhams ഈ നൈഫിന് വരുന്നത്. ഇതിൻ്റെ എല്ലാം പ്രൈസ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സെയിം പ്രൈസ് അല്ല കേട്ടോ. കൗണ്ടറിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ എഴുതിയേക്കുന്നതിൻ്റെ സെയിം പ്രൈസേ അല്ല. അപ്പം ഞാൻ ഈ നൈഫ് എടുത്തപ്പോൾ അതിനകത്ത് 25 dirhams എന്നാണ്ടാന്ന് തോന്നുന്നു എഴുതിയിരുന്നത്. പക്ഷേ അവിടെ കൗണ്ടറിൽ ചെന്നപ്പോഴത്തേക്ക് 8 dirhams ഞാൻ പേ ചെയ്തത്. അപ്പോൾ ഈ ഫസ്റ്റ് ഷോപ്പിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ആ നൈഫ് എടുത്തു. പിന്നെ ഹസ്ബൻഡ് വേറെ എന്തോ സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഇവിടുന്ന് എടുത്തോളൂ. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ ഈ ടേബിൾ മാറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കോസ്റ്റ്യൂംസൊക്കെ. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പം നിങ്ങൾ കോസ്റ്റ്യൂംസ് എങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇവിടെ വന്ന് നോക്കുക. നല്ല ഭംഗിയുള്ള കോസ്റ്റ്യൂംസൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ കിട്ടണം എന്നില്ല. ഇവിടെ എല്ലാ ടൈപ്പ് കോസ്റ്റ്യൂംസൊന്നും ഇല്ല കേട്ടോ. അവൈലബിൾ ആയിട്ടുള്ള കുറച്ചേ ഉള്ളൂ. പിന്നെ ഇതാണ് ഞാൻ സെക്കൻഡായിട്ട് പറഞ്ഞ അയൺ ബ്രിഡ്ജിൻ്റെ സെക്കൻഡ് ഷോറൂം. അത് ഈ ഇമ്പൾസ് ഷോറൂം എന്നും പറഞ്ഞ് വേറെ ഒരെണ്ണമുണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ അയൺ ബ്രിഡ്ജിൻ്റെ ഈ ഷോറൂം വരുന്നത്. ഇവിടെ ഈ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സെയിൽ നടപ്പുണ്ട്. 7th 8th വരെയാണ് സെയിൽ. April 8th അല്ലെങ്കിൽ 7th വരെയാണ് സെയിൽ. കുറേ കൊണ്ടിട്ടിട്ടുണ്ട്. ഈ കാണിക്കുന്ന എല്ലാ ഐറ്റംസിനും വെറും 5 dirhams ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് നോക്കിയെടുക്കാൻ പേഷ്യൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് കുറേ സാധനങ്ങൾ കിട്ടും. പിന്നെ അത്രയും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എല്ലാവരും താഴേക്ക് ഇരുന്ന് എല്ലാം ഓരോന്ന് എടുത്ത് നോക്കി എടുക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ എടുത്ത് നോക്കാൻ ടൈമുള്ളവരും ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അല്ലാതെ ഇവിടെയും കുറേ എന്താ പറയുക എയർ ഫ്രയർ അതുപോലെ തന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും നല്ല അഫോർഡബിളും അതുപോലെ നല്ല ക്വാളിറ്റിയാണ്. മെയിനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പം ഡേ ടു ഡേ ആയാലും 1 to 10 ആയാലും കബായൽ അങ്ങനെയുള്ള കുറേ സ്ഥലത്ത് ഇതെല്ലാം കിട്ടും. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി വൈസ് ഇവിടെ അടിപൊളിയാണ്. എവറി വീക്കുള്ള ഓഫേഴ്സാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ തേഴ്സ്ഡേ പോവുകയാണെങ്കിൽ ഇതിന് ഈ 5 dirhams എന്ന് ഞാൻ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ 20 dirhams ആയിരിക്കും. ഇപ്പം ഫ്രൈഡേ ആണെങ്കിൽ അത് 15 ആവും. സാറ്റർഡേ ആണെങ്കിൽ അത് 10 ആവും. സൺഡേ അല്ലെങ്കിൽ മൺഡേ പോവുകയാണെങ്കിൽ 5 dirhams. ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിൽ കുറച്ച് അലമ്പായിട്ട് കാണാം. അപ്പം നിങ്ങൾ ഇത് തേഴ്സ്ഡേ പോവുകയാണെങ്കിൽ അത് 20 dirhams കൊടുക്കണം. അത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതൊക്കെ കാണാം. അപ്പോൾ ഈ 5 dirhamsൻ്റെ ആയതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടെ വന്നിട്ട് ഫുള്ളിങ്ങനെ അലമ്പാക്കിയിട്ടേക്കുന്നത്. ബട്ട് അതിനകത്ത് തപ്പിയെടുക്കാനാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ സ്റ്റോക്ക് ഉണ്ട് അവർക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ അടുത്തുള്ള ഇമ്പൾസ് എന്ന് പറഞ്ഞ് വേറെ ഒരു ഷോപ്പിൽ കയറി. ഇതിൻ്റെ തൊട്ടടുത്താണ്. കുറേ ബാഗും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളുണ്ട്. പെർഫ്യൂംസ്, ബാഗ്സ്, അതുപോലെ തന്നെ ഡ്രസ്സസൊക്കെ ഉണ്ട്. അപ്പം ആദമിന് ബാഗ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അവിടുന്ന് ബാഗ് കിട്ടി. 150 dirhamsൻ്റെ ബാഗിന് 89 dirhams, ഇൻക്ലൂഡിങ് 5. അതിനുള്ളിൽ തന്നെ ബോട്ടിൽ, അതുപോലെ തന്നെ എന്താ പറയുക ലഞ്ച് ബോക്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ തന്നെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം 1 dirhams ഒക്കെയാണ്. അത്യാവശ്യം അഫോർഡബിൾ റേറ്റ്സിലാണ് ഇവിടെ എല്ലാം കൊടുക്കുന്നത്. ഇതെല്ലാം വെയർ ഹൗസാണ്. ഈ നേരത്തെ കാണിച്ച ഈ അയൺ ബ്രിഡ്ജും അതുപോലെ ഇമ്പൾസും ഒക്കെ ഈ ഭാഗത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സും വെയർ ഹൗസസ് ആണ്. അപ്പോൾ ഇവിടെ വന്നാൽ നല്ല ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ വാങ്ങിക്കാം. പിന്നെ ഇവിടുത്തെ ഷോപ്പിംഗ് ഇവിടെ വലിയ തിരക്കിലായിരുന്നു. മറ്റിടത്ത് ഭയങ്കര എന്ന് വെച്ചാൽ നിൽക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ പോയി ആദമിനെ പിക്ക് ചെയ്ത് ഒരു 2 hours ഉണ്ടായിരുന്നു അവരുടെ ഡാൻസ് ക്ലാസ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പേയ്മെൻറ്റ് എല്ലാം ചെയ്തിട്ട് ഇതവർ സ്റ്റുഡിയോ 90 കൊടുത്ത ഒരു ഡ്രസ്സാണ് കേട്ടോ. അവർക്ക് എല്ലാവർക്കും ഈ റെഡ് കളറാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോയൊന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ വീടിന് ഉള്ളിൽ എന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ള തന്നെ റെസ്റ്റോറൻ്റാണ് ഗ്രേറ്റ് ഫുഡ് എന്നും പറഞ്ഞ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതിനുള്ളിൽ ഗ്രാൻഡ് ഉണ്ടായിരുന്നു, ഒരു ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെ കയറി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കയറിയപ്പോഴത്തേക്ക് ഇതുപോലെ ഡ്രസ്സസ് കണ്ടു.
അപ്പം ഈ കോഡ് സെറ്റിനൊക്കെ ജസ്റ്റ് 20 ദിറംസേ ഉള്ളൂ. അതുപോലെ വലിയവരുടെയും കുറേ കോഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കോഡ് സെറ്റിനൊക്കെ 25 ദിറംസാണ് വരുന്നത്. ഈ ബ്ലൂ കളറൊക്കെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.